DC circuit in the next topic is type of elements. Type of elements in the first one, active and passive elements. Active element is the element which supply energy to the network are known as active elements. Example, voltage sources like battery, DC generator, AC generator, current source like photoelectric cells, metadiene generators. Okay. Diode, transistor, SCR, triac, diac, op-amp. ഇവരെല്ലാവരും ആക്റ്റീവ് എലമെൻസിൻ്റെ അകത്ത് വരുന്നതാണ്. ഇനി പാസീവ് എലമെൻറ്റ്സ്. പാസീവ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ദ എലമെൻറ്റ്സ് വിച്ച് ഡെസിപ്പേറ്റ് ഓർ സ്റ്റോഴ്സ് എനർജി ആർ നോൺ ആസ് പാസീവ് എലമെൻറ്റ്സ്. ലൈക്ക് റെസിസ്റ്റർ. റെസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡെസിപ്പേറ്റ്സ് എനർജി. ഇൻഡക്ടർ സ്റ്റോഴ്സ് എനർജി ബൈ വെർച്യൂ ഓഫ് കറണ്ട് പാസിങ് ത്രൂ ഇറ്റ്. സർക്യൂട്ടിൽ കൂടെ പോകുന്ന കറണ്ടാണ് ഇൻഡക്ടറിൻ്റെ അകത്ത് എനർജി സ്റ്റോർ ചെയ്യാനുള്ള കാരണം. പിന്നെ കപ്പാസിറ്റർ സ്റ്റോഴ്സ് എനർജി ബൈ വെർച്യൂ ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഇറ്റ്. ഒരു കപ്പാസിറ്ററിൻ്റെ അകത്ത് എത്രമാത്രം പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുമോ ഡിപ്പെൻഡിങ് അപ്പോൺ ദാറ്റ് എനർജി വിൽ ബി സ്റ്റോർഡ്. അപ്പോൾ ഒന്നീ എനർജി സ്റ്റോർ ചെയ്യും അല്ലെങ്കിൽ എനർജി ഡെസിപ്പേറ്റ് ചെയ്യുന്ന ടൈപ്പ് എലമെൻസിനെയാണ് നമ്മൾ പാസീവ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് അറിഞ്ഞിരിക്കേണ്ടുന്നത് ട്രാൻസ്ഫോമർ ഒരിക്കലും ഒരു ആക്റ്റീവ് ഡിവൈസ് അല്ല. ട്രാൻസ്ഫോമറിൻ്റെ അകത്ത് പവർ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതൊരു പാസീവ് ഡിവൈസാണ്. ഇനി നെക്സ്റ്റ് ടൈപ്പാണ് ലംഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് പാരാമീറ്റേഴ്സ്. ലംഡ് പാരാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് ലിമിറ്റഡ് നമ്പർ ഓഫ് സർക്യൂട്ട് എലമെൻറ്റ്സ്. അതിനെയാണ് ലംഡ് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. ലംഡ് പാരാമീറ്റേഴ്സിൻ്റെ എലമെൻറ്റ്സ് ആർ ഫിസിക്കലി സെപ്പറബിൾ. ഇനി അടുത്തത് ഡിസ്ട്രിബ്യൂട്ടഡ് പാരാമീറ്റേഴ്സ്. സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് അൺലിമിറ്റഡ് നമ്പർ ഓഫ് സർക്യൂട്ട് എലമെൻറ്റ്സ്. ലൈക്ക് ട്രാൻസ്മിഷൻ ലൈനിൻ്റെ അകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് സീരീസ് ആയിട്ട് റെസിസ്റ്ററും ഇൻഡക്ടറും ഇങ്ങനെ കാണും അല്ലേ. ഷണ്ടായിട്ട് കപ്പാസിറ്ററും കാണും വലിയ ട്രാൻസ്മിഷൻ ലൈൻസിൻ്റെ അകത്തൊക്കെ. അപ്പം ട്രാൻസ്മിഷൻ ലൈൻ ഡിസ്ട്രിബ്യൂട്ടഡ് പാരാമീറ്ററിൻ്റെ ഒരു എക്സാമ്പിളാണ്. നെക്സ്റ്റ് വൺ ഈസ് ലീനിയർ എലമെൻറ്റ്സ്. ലീനിയർ എലമെൻറ്റ്സ് ഒബേ ലോ ഓഫ് ഹോമോജീനിറ്റി ഓർ ലോ ഓഫ് സൂപ്പർ പൊസിഷൻ. ലീനിയർ എലമെൻറ്റ്സിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ലൈക്ക് റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ ഒക്കെ. റെസിസ്റ്ററിൻ്റെ അകത്ത് VI ഗ്രാഫ് സ്ട്രെയിറ്റ് ആയിരിക്കും. കപ്പാസിറ്ററിൻ്റെ അകത്ത് QV. അടുത്തത് ഇൻഡക്ടറിൻ്റെ അകത്ത് VI. ഓക്കെ. നോൺ ലീനിയർ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലമെൻറ്റ്സ് ഡസ് നോട്ട് ഒബേ ലോ ഓഫ് ഹോമോജീനിറ്റി ഓർ ലോ ഓഫ് സൂപ്പർ പൊസിഷൻ. ലൈക്ക് ഡയോഡ്, SCR, ഡയാക് ഒക്കെ നോൺ ലീനിയർ എലമെൻറ്റ്സ് ആണ്. അടുത്ത കാറ്റഗറിയാണ് ബൈലാറ്ററൽ സർക്യൂട്ട്സ്. An electric circuit whose characteristics or properties are same in either direction is called bilateral element. Elements which obey this property are called bilateral element. അതായത് ലൈക്ക് റെസിസ്റ്ററിൻ്റെ അകത്ത് നമ്മൾ സപ്ലൈ ഇങ്ങനെ കൊടുക്കുമ്പോൾ കറണ്ട് ഇതിലേ ഫോളോ ചെയ്യും. അതേസമയത്ത് നമ്മൾ സപ്ലൈ റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ കറണ്ട് ഐദർ ഡയറക്ഷനിലും കറണ്ട് ഫ്ലോ നടക്കും. അപ്പം അതിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് ക്വാഡ്രൻസിൽ ബൈലാറ്ററൽ എലമെൻ്റ് ആണെങ്കിൽ ഓപ്പോസിറ്റ് ക്വാഡ്രൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് ക്വാഡ്രനും ഇത് തേർഡ് ക്വാഡ്രനും അല്ലേ, ഇത് രണ്ടും ഓപ്പോസിറ്റ് ക്വാഡ്രൻസാണ്. അപ്പോൾ ഈ ഓപ്പോസിറ്റ് ക്വാഡ്രൻസിൽ അതിൻ്റെ ഗ്രാഫ് സെയിം ആണെങ്കിൽ അതിനെ നമ്മൾ ബൈലാറ്ററൽ എലമെൻ്റ് എന്ന് വിളിക്കും. ഓക്കെ. The graph of opposite quadrants are same, then bilateral element. അപ്പോൾ കപ്പാസിറ്റർ ഒരു ബൈലാറ്ററൽ എലമെൻ്റ് ആണ്, ഇൻഡക്ടർ ഒരു ബൈലാറ്ററൽ എലമെൻ്റ് ആണ്, ഡയാക്കും. ഓക്കെ. ഇനി യൂണിലാറ്ററൽ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ ഇലക്ട്രിക് സർക്യൂട്ട് ഹൂസ് ക്യാരക്ടറിസ്റ്റിക്സ് ചേഞ്ച് വിത്ത് ദ ഡയറക്ഷൻ ഓഫ് ഇറ്റ്സ് ഓപ്പറേഷൻ ആർ കോൾഡ് യൂണിലാറ്ററൽ സർക്യൂട്ട്. എലമെൻറ്റ്സ് വിച്ച് പൊസസ് ദിസ് പ്രോപ്പർട്ടി ആർ കോൾഡ് യൂണിലാറ്ററൽ എലമെൻറ്റ്സ്. ഇനി പാസീവ് എലമെൻറ്റ്സ്. പാസീവ് എലമെൻറ്റ്സിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നോക്കാം. പാസീവ് എലമെൻറ്റ്സ് എന്താണെന്ന് നോക്കി ഇനി നമുക്ക് റെസിസ്റ്ററും ഇൻഡക്ടറും കപ്പാസിറ്ററും ഒക്കെ സെപ്പറേറ്റ്ലി ഒന്ന് നോക്കാം. റെസിസ്റ്റർ എന്താണ്? റെസിസ്റ്റർ ഈസ് എ ഡെസിപ്പേറ്റീവ് എലമെൻറ്റ് വിച്ച് കൺവേർട്ട്സ് ഇലക്ട്രിക്കൽ എനർജി ഇൻ ടു ഹീറ്റ് വെൻ ദ കറണ്ട് ഫ്ലോസ് ത്രൂ ഇറ്റ് ഇൻ എനി ഡയറക്ഷൻ. ഏത് ഡയറക്ഷനിലാണെങ്കിലും റെസിസ്റ്ററിൽ കൂടെ കറണ്ട് ഫ്ലോ നടക്കുമ്പോഴത്തേക്കും എനർജി ഡെസിപ്പേറ്റ് ചെയ്യും. എങ്ങനെ എനർജി ഡെസിപ്പേറ്റ് ചെയ്യുന്നത്? ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. അപ്പം R = V/I ആണ് അക്കോർഡിംഗ് ടു ഓംസ് ലോ. ഇനി അപ്പം ഇത് കണ്ടും കൊണ്ട് ഇത് റെസിസ്റ്റർ വോൾട്ടേജിനെയും കറണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറയരുത്. റെസിസ്റ്റർ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ വോൾട്ടേജ് ഓർ കറണ്ട്, ബട്ട് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റേഷ്യോ ഓഫ് വോൾട്ടേജ് ഓർ കറണ്ട്. വോൾട്ടേജ് കറണ്ട് റേഷ്യോനെ ഡിപ്പെൻഡ് ചെയ്യും. സെപ്പറേറ്റ്ലി വോൾട്ടേജിനെയോ കറണ്ടിനെയോ റെസിസ്റ്റർ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. അപ്പം റെസിസ്റ്റർ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? റെസിസ്റ്റർ ρL/A. റെസിസ്റ്റർ ഒരു കണ്ടക്ടറിൻ്റെ ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യും, അതിൻ്റെ ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യും, പിന്നെ ആ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ. അതിനെയാണ് നമ്മൾ റോ പറയുന്നത്. റോ ഈസ് ദ റെസിസ്റ്റിവിറ്റി ഓർ സ്പെസിഫിക് റെസിസ്റ്റൻസ്. ആർ ഡിപ്പെൻഡ്സ് ഓൺ ലെങ്ത്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, റെസിസ്റ്റിവിറ്റി. അപ്പം
ഒരു റെസിസ്റ്ററിൽ പവർ ഡെസിപ്പേറ്റ് ചെയ്യുന്നതിൻ്റെ ഫോർമുല നമ്മൾ യൂസ് ചെയ്യുന്നത്, പവറിന് ഡിഫറെൻറ്റ് ഫോർമുലാസ് ഉണ്ട് അല്ലേ. പി ഈക്വൽ ടു വി ഐ ഉണ്ട്, പി ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഉണ്ട്, പി ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ഉണ്ട്. അപ്പം റെസിസ്റ്ററിലെ പവർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് പി ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ആണ്. നൗ വാട്ട് ഈസ് കണ്ടക്റ്റൻസ്? കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആണ്. ജി ഈക്വൽ ടു 1/r ആണ്. അതിൻ്റെ യൂണിറ്റ് സീമെൻസ് ആണ്, അല്ലെങ്കിൽ MHO മോ. കണ്ടക്ടിവിറ്റി എന്താണ്? റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി, വിച്ച് ഇസ് റിട്ടൺ ബൈ സിഗ്മ ഈക്വൽ ടു 1/ρ. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് സീമെൻസ് പെർ മീറ്റർ ആണ്, അല്ലെങ്കിൽ 1/Ω മീറ്റർ. ഇനി ഇൻഡക്റ്റൻസ്. ഇൻഡക്റ്റൻസ് എന്താണ്? ഇൻഡക്റ്റൻസ് ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയൽ വിച്ച് ഒപ്പോസസ് ചേഞ്ച് ഓഫ് കറണ്ട് ഫ്ലോ. അതിൽ കൂടെ പോകുന്ന കറണ്ട് ഫ്ലോയുടെ ചേഞ്ചിനെ അത് ഒപ്പോസ് ചെയ്യും. അപ്പം L ഈക്വൽ ടു N∅/I. ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്? വെബർ പെർ ആംപിയർ അല്ലെങ്കിൽ ഹെൻറി. ഇൻഡക്റ്റൻസ്, അപ്പം ഈ ഫോർമുല കണ്ടും കൊണ്ട് ഇൻഡക്റ്റൻസ് ഫ്ലക്സിനെയും കറണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇൻഡക്റ്റർ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ഫ്ലക്സ് ലിങ്കേജ് ഓർ കറണ്ട്, ബട്ട് ഇൻഡക്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ ദ റേഷ്യോ ഓഫ് ഫ്ലക്സ് ലിങ്കേജ് ആൻഡ് കറണ്ട്. ഇതിൻ്റെ റേഷ്യോനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇൻഡക്റ്റൻസ് ശരിക്കും ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇൻഡക്റ്റൻസ് ആ ഒരു കണ്ടക്ടറിൻ്റെ ഏരിയ, ക്രോസ് സെക്ഷണൽ ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യും, അതിൻ്റെ ലെങ്ത്തിനെ ഇൻവേഴ്സ്ലി ഡിപ്പെൻഡ് ചെയ്യും, പിന്നെ ഇതിൻ്റെ അകത്ത് എത്രമാത്രം ടേൺസ് ഉണ്ടോ അതിൻ്റെ സ്ക്വയറിനെ ഡിപ്പെൻഡ് ചെയ്യും. So inductance is directly proportional to n square A by L. So L equal to proportionality എടുത്ത് കളയുമ്പം we will be getting mu naught mu r n square A by L. Mu naught is absolute permeability, mu r is relative permeability. ഇനി ഇൻഡക്ടർ നെക്രോസ് വരുന്ന വോൾട്ടേജ്, ഇൻഡക്ടർ നെക്രോസ് വരുന്ന വോൾട്ടേജ് VL ഈക്വൽ ടു L ഇൻറ്റു di/dt. അപ്പം ഇൻഡക്ടർ ഈസ് എ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം. അപ്പം VL of t will be equal to L into di/dt. So I of t എന്ന് പറഞ്ഞാൽ അതിൽ കൂടെ പോകുന്ന കറണ്ട് വിത്ത് റെസ്പെക്ട് ടു ടൈം വിൽ ബി 1/L ഇൻറ്റഗ്രൽ -∞ to t V of t dt. ഇനി അതിൽ വരുന്ന പവർ, ഇൻഡക്ടറിൽ വരുന്ന പവർ നമ്മൾ കണ്ടുപിടിക്കുന്ന P of t will be equal to VI. നമുക്കറിയാം P equal to VI. അതിന് വിത്ത് റെസ്പെക്ട് ടു ടൈം എഴുതിയതാണ്. P of t equal to V of t into I of t. P of t is equal to L into di of t by dt into I of t. ഇനി അപ്പം എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടർ എന്ന് പറയുന്നത് എനർജി ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം. സോ ഇൻറ്റഗ്രൽ P of t into dt. സോ W ഈക്വൽ ടു ഹാഫ് LI സ്ക്വയർ. ഇത് ഡിറൈവ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടർ ഈസ് ഹാഫ് LI സ്ക്വയർ. വിത്ത് റെസ്പെക്ട് ടു ടൈം പറയുമ്പോൾ W of t ഈക്വൽ ടു ഹാഫ് L I of t സ്ക്വയർ. ഇനി ഇൻഡക്ടറിൻ്റെ അകത്ത് സ്റ്റോഴ്സ് എനർജി എന്ന് പറഞ്ഞു. ഇൻഡക്ടർ സ്റ്റോഴ്സ് എനർജി ഇൻ മാഗ്നറ്റിക് ഫോം. ഇൻഡക്ടറിൻ്റെ അകത്ത് എനർജി സ്റ്റോർ ചെയ്യുന്നത് മാഗ്നറ്റിക് എനർജിയാണ്, അല്ലെങ്കിൽ അതിന് വേറൊരു പേര് പറയുന്നത് കൈനറ്റിക് എനർജിയാണ്. ഇനി ഇൻഡക്ടർ ഡസ് നോട്ട് അലോ സഡൻ ചേഞ്ച് ഓഫ് കറണ്ട്. ഇത് മിക്കവാറും PSCയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇൻഡക്ടറിൻ്റെ അകത്തും കപ്പാസിറ്ററിൻ്റെ അകത്തും ഇൻഡക്ടർ ഡസ് നോട്ട് അലോ സഡൻ ചേഞ്ച് ഓഫ് കറണ്ട്. ഇനി ഇൻഡക്ടറിൻ്റെ അകത്ത് നമ്മൾ ഒരു സ്റ്റഡി സ്റ്റേറ്റിൽ DC സപ്ലൈ കൊടുക്കുമ്പോൾ എങ്ങനെയാണ്? DC കൊടുക്കുമ്പോൾ കറണ്ട് ഇങ്ങനെ പോകുന്ന സ്ട്രെയിറ്റ് ലൈൻ ആണല്ലോ. സോ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം ഇതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം കറണ്ടിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. അപ്പം നമുക്ക് ഇൻഡക്ടർ നെക്രോസ് വരുന്ന വോൾട്ടേജ് 0 ആയിരിക്കും. അപ്പം ഒരു ഇൻഡക്ടർ നെക്രോസ് വരുന്ന വോൾട്ടേജ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? അതൊരു ഷോർട്ടായിട്ടല്ല ആക്ട് ചെയ്യുന്നത്. സോ വെൻ എവർ DC സപ്ലൈ ഇസ് ഗീവൺ ടു ഇൻഡക്ടർ ഇറ്റ് ബിഹേവ്സ് ലൈക്ക് എ ഷോർട്ട് സർക്യൂട്ട്. Whenever DC supply is given to inductor, it behaves like a short circuit. അടുത്തത് കപ്പാസിറ്റൻസ്. കപ്പാസിറ്റൻസ് എന്താണ്? കപ്പാസിറ്റൻസ് is the property of a capacitor with which it will oppose the change in voltage. ഇതിൻ്റെ അകത്ത് എത്രമാത്രം ചേഞ്ച് ഇൻ വോൾട്ടേജ് വരുന്നോ അതിനെ ഒപ്പോസ് ചെയ്യും. സോ C will be equal to Q/V. കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ഫാരഡ് ആണ്. അപ്പം ഈ ഫോർമുല കണ്ടിട്ട് നെവർ സേ ദാറ്റ് കപ്പാസിറ്റൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ചാർജ് ആൻഡ് കപ്പാസിറ്റൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വോൾട്ടേജ്. കപ്പാസിറ്റർ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ചാർജ് ഓർ വോൾട്ടേജ്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റേഷ്യോ ഓഫ് ചാർജ് ഓർ വോൾട്ടേജ്. ചാർജ് ആൻഡ് വോൾട്ടേജിൻ്റെ റേഷ്യോനെ ഡിപ്പെൻഡ് ചെയ്യും, സെപ്പറേറ്റ്ലി ഇത് ഡിപ്പെൻഡ് ചെയ്യത്തില്ല. അപ്പോൾ കപ്പാസിറ്റൻസ് ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? കപ്പാസിറ്റൻസ് ആ കപ്പാസിറ്ററിൻ്റെ ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യും. ആ കപ്പാസിറ്ററിൻ്റെ രണ്ട് പ്ലേറ്റിൻ്റെ ഇടയിലെ ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇങ്ങനെ രണ്ട് കപ്പാസിറ്റർ പ്ലേറ്റ് ഉണ്ടെങ്കിൽ ഈ രണ്ട് കപ്പാസിറ്റർ പ്ലേറ്റിൻ്റെ ഇടയിലെ ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇതിൻ്റെ അകത്തുള്ള ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യും. സോ C ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു A/D. അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി എടുത്ത് കളയുമ്പോൾ നമ്മൾ എപ്സിലോൺ ഇടും. എപ്സിലോൺ എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ആണ്. എപ്സിലോൺ വിൽ ബി ഈക്വൽ ടു എപ്സിലോൺ നോട്ട് എപ്സിലോൺ R.
ഓക്കെ, ഇനി കപ്പാസിറ്ററിന് അക്രോസ് വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 1/c ഇൻ്റഗ്രൽ -∞ ടു t I of t dt ആണ്. സോ I വിൽ ബി ഈക്വൽ ടു കപ്പാസിറ്ററിൽ കൂടെ പോകുന്ന കറണ്ട് I വിൽ ബി ഈക്വൽ ടു c ഇൻറ്റു dv/dt. ഇനി എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ എന്ന് പറയുന്നത് W ഈക്വൽ ടു ഇൻ്റഗ്രൽ p of t dt. എനർജി എന്ന് പറയുന്നത് പവർ ഇൻറ്റു ടൈം ആണ്. പവർ എന്ന് പറയുന്നത് p of t ക്യാൻ ബി റിട്ടേൺ ആസ് v of t c ഇൻറ്റു, സോ p ഈക്വൽ ടു vi ആണല്ലോ. സോ p വിൽ ബി ഈക്വൽ ടു v ഇൻറ്റു ഐക്ക് പകരം c ഇൻറ്റു dv of t by dt ഇട്ടു. ഓക്കെ, സോ p of tക്ക് പകരം v, ഐക്ക് പകരം c ഇൻറ്റു dv of t by dt ഇൻറ്റു dt. അപ്പോൾ ഡിറ്റിയും ഡിറ്റിയും ക്യാൻസൽ ആവും. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എനർജി സ്റ്റോർഡ് എന്ത് കിട്ടും? ഹാഫ് CV² എന്ന് കിട്ടും. ഓക്കെ, so capacitor stores energy as electrostatic energy or potential energy. Capacitor does not allow sudden change of voltage. ഇതെപ്പോഴും PSCയിൽ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. കപ്പാസിറ്റർ, ഇൻഡക്ടർ ഡസ് നോട്ട് അലോ സഡൻ ചേഞ്ച് ഓഫ് കറണ്ട്, കപ്പാസിറ്റർ ഡസ് നോട്ട് അലോ സഡൻ ചേഞ്ച് ഓഫ് വോൾട്ടേജ്. ഇനി കപ്പാസിറ്ററിൻ്റെ അകത്ത് എനർജി സ്റ്റോർ ചെയ്യുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി ആയിട്ടാണ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ആയിട്ടാണ്. ഇനി കപ്പാസിറ്റർ എങ്ങനെയാണ് DC സർക്യൂട്ടിൽ ബിഹേവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു DC സർക്യൂട്ടിൽ കപ്പാസിറ്റർ കൊടുക്കുമ്പം കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ആണല്ലോ. സോ വി നോ ദ ഫോർമുല I ഈക്വൽ ടു c ഇൻറ്റു dv/dt. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റൻറ്റ് വിൽ ബി 0. അപ്പോൾ കറണ്ട് എന്താണ്? കറണ്ട് 0 ആയിരിക്കും. കറണ്ട് 0 ആകുമ്പോഴത്തേക്കും DC സർക്യൂട്ടിൽ കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. വെൻ DC ഈസ് അപ്ലൈഡ് ടു കപ്പാസിറ്റർ ഇറ്റ് ആക്ട്സ് ലൈക്ക് എ ഓപ്പൺ സർക്യൂട്ട് അറ്റ് സ്റ്റഡി സ്റ്റേറ്റ്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള MCQ നോക്കാം. ആദ്യത്തെ ചോദ്യം, എ നെറ്റ്വർക്ക് ഇൻ വിച്ച് ഓൾ ദ എലമെൻറ്റ്സ് ആർ ഫിസിക്കലി സെപ്പറബിൾ ഈസ് കോൾഡ് ഡിസ്ട്രിബ്യൂട്ടഡ് നെറ്റ്വർക്ക്. ഡിസ്ട്രിബ്യൂട്ടഡ് നെറ്റ്വർക്കിൻ്റെ എക്സാമ്പിളാണ് ട്രാൻസ്മിഷൻ ലൈൻ. ട്രാൻസ്മിഷൻ ലൈൻ്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റർ ഉണ്ട്, ഇൻഡക്ടർ ഉണ്ട്, ഷണ്ടായിട്ട് കപ്പാസിറ്റർ ഒക്കെ ഉണ്ടല്ലോ, അത് സെപ്പറബിൾ അല്ല. ലംഡ് നെറ്റ്വർക്കിൻ്റെ അകത്ത് എല്ലാ എലമെൻറ്റ്സും സെപ്പറബിൾ ആണ്. സോ അവർ ആൻസർ ഈസ് ബി, ലംഡ് നെറ്റ്വർക്ക്. Second one, consider the following circuit. Which one of the following statement is correct? അതായത് നമുക്ക് ഒരു 2 ohm റെസിസ്റ്റർ തന്നിട്ടുണ്ട്, പിന്നെ 2 EMF തന്നിട്ടുണ്ട്, വോൾട്ടേജ് സോഴ്സസ് തന്നിട്ടുണ്ട് 5 വോൾട്ടിൻ്റെ, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 2 ohm തന്നിട്ടുണ്ട്. അപ്പം ഇത് പാസീവ് ആൻഡ് ലീനിയർ ആണോ, ആക്റ്റീവ് ആൻഡ് ലീനിയർ ആണോ, പാസീവ് ആൻഡ് നോൺ ലീനിയർ ആണോ, ആക്റ്റീവ് ആൻഡ് നോൺ ലീനിയർ ആണോ നോക്കണം. അപ്പം നമുക്കിവിടെ 2 ohmൻ്റെ 2 റെസിസ്റ്റർ വന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ലീനിയർ എലമെൻറ്റ്സ് ആണല്ലോ. അപ്പം ലീനിയർ ആണ്. ഇനി ഇത് ആക്റ്റീവ് ആണോ പാസീവ് ആണോ നോക്കണം. അതായത് നമുക്ക് വോൾട്ടേജ് സോഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് ആക്റ്റീവ് ഡിവൈസും, റെസിസ്റ്റർ പാസീവ് ആണല്ലോ. പക്ഷേ ഇവിടെ നോക്കേ, ഇവിടെ നെഗറ്റീവ് പോസിറ്റീവ്, ഇതിൻ്റെ പൊളാരിറ്റി നെഗറ്റീവ് പോസിറ്റീവ്, അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി വരുമ്പോൾ ഇത് വീണ്ടും പോസിറ്റീവ് നെഗറ്റീവാണ് അല്ലേ. അപ്പോൾ ഇവിടെ നിന്നാണ് കറണ്ട് വരുന്നതെങ്കിൽ ഇങ്ങനെ വന്ന് കയറും. സോ ഇതിനെ സെല്ലായിട്ട് വരയ്ക്കുമ്പം ഇങ്ങനെ ഇരിക്കുമല്ലോ, ഇത് 5 വോൾട്ട്, ഇതും 5, ഇവിടെയും പോസിറ്റീവ്, ഇവിടെയും പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. സോ വോൾട്ടേജ് എന്തായിരിക്കും? വോൾട്ടേജ് വിൽ ബി 5 - 5, ഇറ്റ് വിൽ ബി 0. അപ്പം ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് സോഴ്സ് ക്യാൻസൽ ഔട്ട് ചെയ്തിട്ട് 2 ohmൻ്റെ 2 റെസിസ്റ്റർ മാത്രമേ കാണത്തുള്ളൂ. സോ ഇറ്റ് വിൽ ബി പാസീവ് ആൻഡ് ലീനിയർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എ സ്വിച്ച്ഡ് കപ്പാസിറ്റർ നെറ്റ്വർക്ക് ഈസ് അല്ലെങ്കിൽ ആർ ടൈം വേരിയൻ്റ് സാമ്പിൾ ഡേറ്റ നെറ്റ്വർക്കാണ്, നോൺ ലീനിയർ നെറ്റ്വർക്കാണ്, ലീനിയർ ടൈം ഇൻവേരിയൻ്റ് നെറ്റ്വർക്കാണ്. നമുക്കറിയാം കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഒരു ലീനിയർ ആണ് അല്ലേ. അപ്പം ഈ ഓപ്ഷൻ വരത്തില്ല, സെക്കൻഡ് വൺ വരത്തില്ല. ഇനി ടൈം വേരിയൻ്റ് ആണോ ടൈം ഇൻവേരിയൻ്റ് ആണോ? അപ്പോൾ നമ്മൾ എഴുതിയായിരുന്നു I of t ഈക്വൽ ടു c ഇൻറ്റു dv of t ഡിവൈഡഡ് ബൈ dt. ഈ ഇക്വേഷൻ എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈം എന്നല്ലേ. സോ എ സ്വിച്ച്ഡ് കപ്പാസിറ്റർ നെറ്റ്വർക്ക് ഈസ് ടൈം വേരിയൻ്റ് സാമ്പിൾ ഡേറ്റ നെറ്റ്വർക്കാണ്. ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈം. ഓപ്ഷൻ 1 ആണ് ആൻസർ. പക്ഷേ JB ഗുപ്തയുടെ ബുക്കിൻ്റെ അകത്ത് 1 and 2 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതെന്താണെന്ന് എനിക്കറിയത്തില്ല, ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. Fourth question, a 3 volt DC supply with an internal resistance of 2 ohm supplies a passive nonlinear net resistance characterized by the relationship VNL equal to INL square. The power dissipated in the nonlinear resistance is 1 watt ആണോ, 1.5 watt ആണോ, 2.5 watt ആണോ, 3 watt ആണോ? നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? എ 3 volt DC സപ്ലൈ വിത്ത് ആൻ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് 3 ohm. അപ്പോൾ ഒരു 3 volt DC സപ്ലൈ വിത്ത് ആൻ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് 2 ohm
2 ohm supplies a passive non-linear resistance characterized by the relation. ഇതാണ് ഒരു non-linear resistor അല്ലേ? ഈ റെസിസ്റ്ററിൻ്റെ റിലേഷൻ കൊടുത്തിരിക്കുകയാണ് VNL will be equal to INL square. അപ്പം നമുക്ക് ഇതിലുണ്ടാവുന്ന പവർ ഡെസിപ്പേഷൻ കണ്ടുപിടിക്കണം. അപ്പം ഇവിടെ ഉണ്ടാവുന്ന വോൾട്ടേജ് ആണല്ലോ VNL. ഓക്കെ, സോ ഈ റിലേഷനിൽ നിന്ന് നമുക്ക് എഴുതാൻ പറ്റുന്നത് ഇതിൻ്റെ അകത്തൂടെ പോകുന്ന കറണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല. സോ ഇറ്റ് വിൽ ബി INL തന്നെ ആയിരിക്കും. വേറെ കറണ്ട് വരാൻ ജംഗ്ഷൻസ് ഒന്നുമില്ലല്ലോ. സോ നമുക്ക് ഇതിൻ്റെ KVL എഴുതുമ്പോഴത്തേ VNL വിൽ ബി ഈക്വൽ ടു 3 മൈനസ് ഇവിടുന്ന് പോകുമ്പോൾ ഇത് പ്ലസ് മൈനസ്, സോ മൈനസ് INL2. അപ്പോൾ VNL is INL square will be equal to 3 minus 2 times INL. അപ്പോൾ എന്താണ് INL square minus 2 INL will plus 2 INL minus 3. So INL the plus is the minus 3 equal to 0 INL square. So INL plus 3 INL minus 1 equal to 0. INL equal to minus 3 ampere or 1 ampere. അപ്പം ഇതിൻ്റെ സർക്യൂട്ടിൻ്റെ ഡയറക്ഷനൊക്കെ കറക്റ്റാണ്. സോ INL 1 ആംപിയറെ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, INL 1 ആണെങ്കിൽ പവർ ഡെസിപ്പേറ്റഡ് എന്താണ്? P വിൽ ബി ഈക്വൽ ടു VNL INL. സോ VNL എന്ന് പറയുന്നത് INL സ്ക്വയർ ഇൻറ്റു INL. സോ 1 സ്ക്വയർ ഇൻറ്റു 1 ഇറ്റ് വിൽ ബി 1 വാട്ട്. പവർ P വിൽ ബി 1 watt. Fifth question, the VI characteristics of an element is shown in the given figure. The element is. അപ്പം വിയും ഐയും ക്യാരക്ടറിസ്റ്റിക് തന്നിട്ടുണ്ട്. ഇങ്ങനെ മേളിലോട്ട് പോയി ഇതുപോലെ താഴോട്ട് തേർഡ് ക്വാഡ്രന്റിലോട്ടും വരുമായിരുന്നെങ്കിൽ നമുക്ക് ബൈലാറ്ററൽ എലമെൻ്റ് എന്ന് പറയാമായിരുന്നു. അപ്പോൾ തേർഡ് ക്വാഡ്രന്റിലോട്ട് പോയിട്ടില്ല, സെക്കൻഡ് ക്വാഡ്രന്റിലോട്ടാണ്. അപ്പം നോൺ ബൈലാറ്ററലാണ് അല്ലേ? നോൺ ബൈലാറ്ററലാണ്. അത് കഴിഞ്ഞിട്ട് ലീനിയർ ആണെങ്കിൽ എങ്ങനെയാണ്? ഇങ്ങനെ ഒരെണ്ണേ കാണത്തുള്ളൂ അല്ലേ? ലീനിയർ ആണെങ്കിൽ ഒരെണ്ണല്ലേ കാണത്തുള്ളൂ. അപ്പോൾ ഇത് നോൺ ലീനിയർ ആണ്. സോ നോൺ ലീനിയർ ആക്റ്റീവ് ഡിവൈസാണ്. നോൺ ലീനിയർ ആക്റ്റീവ് ആൻഡ് നോൺ ബൈലാറ്ററൽ ഡിവൈസാണിത്. Sixth question, the current in a coil changes uniformly from 10 ampere to 1 ampere in half a second. A voltmeter connected across the coil gives a reading of 36 volt. The self-inductance of the coil is 0.5 Henry ആണോ, 1 Henry ആണോ, 2 Henry ആണോ, 4 Henry ആണോ? അപ്പോൾ എന്താ നമുക്ക് തന്നിരിക്കുന്നത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടുന്ന എല്ലാണ് കണ്ടുപിടിക്കേണ്ടുന്നത്. എന്തൊക്കെ തന്നിട്ടുണ്ട്? യൂണിഫോംലി ചേഞ്ചിങ്, അതായത് 10ൽ നിന്ന് 1 ആംപിയറിലോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻ ഹാഫ് എ സെക്കൻഡ്. സോ di/dt ക്യാൻ ബി റിട്ടേൺ ആസ് 10 minus 1/2 സെക്കൻഡ്. സോ ഇറ്റ് വിൽ ബി 9/1/2. അവിടെ ഇരിക്കട്ടെ. ഇനി വോൾട്ട്മീറ്റർ കണക്റ്റഡ് അക്രോസ് ദ കോയിൽ ഗീവ്സ് എ റീഡിങ്. അപ്പോൾ വി തന്നിട്ടുണ്ട് നമുക്ക് 36 വോൾട്ട്. സോ വി ക്യാൻ റൈറ്റ് V equal to L into di/dt. 36 തന്നിട്ടുണ്ട്. L into di/dt is 9/1/2 അല്ലേ? സോ L will be equal to 36/9 into 1/2. So 4, 2. So L will be 2 Henry. So L will be 2. Seventh question, the current in the coil changes from 5 ampere to 1 ampere in 0.4 second. The induced voltage is 40 volt. The self inductance in Henry is. ഇപ്പോൾ നമ്മൾ ചെയ്തതുപോലെ തന്നെയാണ്. നമുക്ക് L കണ്ടുപിടിക്കണം. V തന്നിട്ടുണ്ട് 40 വോൾട്ട്. di/dt ചേഞ്ച് ഇൻ വോൾട്ടേജ്, ചേഞ്ച് ഇൻ കറണ്ട് വിത്ത് റെസ്പെക്ട് ടു ടൈം തന്നിട്ടുണ്ട്. 5 minus 1 divided by 0.4 which is 4 divided by 0.4.
എന്നിട്ട് V equal to L into di by dt. V is 40 will be equal to L into 4 by 0.4. So L will be 40 into 0.4 divided by 4, 10. 10 into 0.4 is 4. So our answer is 4. Eighth question, the voltage and current waveform of an element are shown in figure. The circuit element and its value. Okay, നമുക്ക് കറണ്ട് വേഴ്സസ് ടൈം ഗ്രാഫും തന്നിട്ടുണ്ട്, വോൾട്ടേജ് വേഴ്സസ് ടൈം ഗ്രാഫും തന്നിട്ടുണ്ട്. ഈ രണ്ട് ഗ്രാഫിൻ്റെ വാല്യൂസ് വെച്ചിട്ട് നമ്മൾ ഏത് എലമെൻ്റ് ആണെന്നും അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് ഇവിടെ ഒരു സ്ലോപ്പ് ഉണ്ട് അല്ലേ, സ്ലോപ്പ് ഇവിടം വരെ. സോ di by dt can be written as 2 divided by 2, അതായത് 2 minus 0 by 2 minus 0 which is 2 by 2 equal to 1. ഇനി 2 സെക്കൻഡ് വരെ ഇത് 2 വോൾട്ട് ആണ്. അപ്പോൾ എന്താണ്, di by dt ഉണ്ട്, 2 ഉണ്ടെങ്കിൽ മിക്കവാറും ഇൻഡക്ടർ ആണ്. സോ v equal to L into di by dt. So it is 2 will be equal to L into 1. So L equal to 2 Henry. So it is inductor with 2 Henry. Thank you.